തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര ഭംഗി ഒളിപ്പിച്ചു വെച്ച വെള്ളറടയിലെ കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2350 അടി ഉയരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കൊണ്ടകട്ടി മലയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പ്രകൃതിയും സാഹസികതയും ഒരുപോലെ കൈകോർക്കുന്ന ഒരിടം. തുടക്കത്തിൽ ലളിതമെന്ന് തോന്നുമെങ്കിലും മുകളിലേക്ക് പോകുന്തോറും പാത അതിൻ്റെ വന്യത പുറത്തെടുത്തു തുടങ്ങും. വഴുക്കുന്ന പാറക്കെട്ടുകളും കാലുകളിൽ ചുറ്റിവരിയുന്ന വന്യമായ വള്ളിച്ചെടികളും നിറഞ്ഞ ഈ വഴിയിലൂടെയുള്ള യാത്ര ശരിക്കും ഒരു പരീക്ഷണമാണ്, ഒരു സാഹസിക അനുഭവം. കൂട്ടിന് മലയിറങ്ങി വരുന്ന തണുത്ത കാറ്റും പശ്ചാത്തലത്തിൽ പക്ഷികളുടെ കളകൂജനവും മാത്രം. 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഈ മലകയറ്റത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. ആകാശത്തേക്ക് തൊട്ടുനിൽക്കുന്ന പുൽമേടുകൾക്കിടയിലൂടെ കുത്തനെ മുകളിലേക്ക് പോകുന്ന ഒരു വഴി. കിതപ്പും തളർച്ചയും മറന്ന് ആ നെറുകയിലെത്തിയാൽ കാത്തിരിക്കുന്നത് വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത വിസ്മയ കാഴ്ചകളാണ്. ഇവിടെ നിന്നാൽ ചുറ്റും കാവൽക്കാരെ പോലെ നിൽക്കുന്ന മലനിരകൾ കാണാം. കൂനിച്ചിമലയും വില്ലൂന്നിമലയും തെക്കൻ കുരിശുമലയും കാളിമലയും ഒക്കെ കയ്യെത്തും ദൂരത്തെന്ന പോലെ നമ്മെ നോക്കി നിൽക്കുന്നു. ഒരു വശത്ത് തമിഴ്നാട്ടിലെ പച്ചപ്പ് വിരിച്ച കൃഷിയിടങ്ങളുടെ സുന്ദര ദൃശ്യം, മറുവശത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഗാംഭീര്യം തുളുമ്പുന്ന മലനിരകൾ. തിരുവനന്തപുരം മുതൽ തിരുനെൽവേലി വരെയുള്ള സഹ്യാദ്രിയുടെ ഔന്നത്യം ഇവിടെ നിന്ന് തൊട്ടറിയാം. ദൂരെ വെള്ളിരേഖ പോലെ തിളങ്ങുന്ന ചിറ്റാർ ഡാമും നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളും ഈ കാഴ്ചയ്ക്ക് മാറ്റുകൂട്ടുന്നു. പഴയ സഞ്ചാരികളുടെ ഓർമ്മകളിൽ ഇവിടെ നിറയെ കാട്ടുപുകയിലെ ചെടികൾ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ ഇന്നവ അന്യമായി കൊണ്ടിരിക്കുന്നു. കയറുന്നതിനേക്കാൾ സാഹസികമാണ് ഇടുങ്ങിയ പാതകളിലൂടെയുള്ള ഈ മലയിറക്കം. ഒരു കാലത്ത് അധികമാരും എത്തിനോക്കാത്ത ഈ പ്രദേശം ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ട്രെക്കിംഗ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിങ്ങൾക്കും ഈ വഴി വരണമെന്നുണ്ടെങ്കിൽ വെള്ളറടയിൽ നിന്നും തെക്കൻ കുരിശുമലയിലേക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുക. അവിടെ 3ാമത്തെ രൂപക്കൂട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കുത്തനെ കയറുന്ന പാത നിങ്ങളെ കൊണ്ടകട്ടി മലയുടെ വിസ്മയങ്ങളിലേക്ക് എത്തിക്കും.